5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാവുന്ന ഒരു സിമ്പിൾ വെറൈറ്റി ബ്രെഡ് ടോസ്റ്റ്, അതും ചെറുപഴവും മുട്ടയും കൊണ്ട് തയ്യാറാക്കുന്നത്. എളുപ്പമാണ്, രുചിയാണ്, പോഷകങ്ങൾ നിറഞ്ഞതാണ്. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഏറെ പ്രിയപ്പെട്ട ഈ ബ്രെഡ് ടോസ്റ്റ് കൊച്ചു കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാവുന്നതാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഇത് ഉപയോഗിക്കാം. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് നന്നായിട്ട് പഴുത്ത 2 ചെറുപഴവും ഒരു മുട്ടയും എടുക്കുക. കൂടെ ഏത് ബ്രെഡ് വേണമെങ്കിലും എടുക്കാം. മീഡിയം സൈസിലുള്ള 8 പീസ് ബ്രെഡാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി മിക്സിയുടെ ജാറിലേക്ക് 2 പഴം മുറിച്ചിടുക. കൂടെ ഒരു മുട്ടയും പൊട്ടിച്ചിടുക. ഫ്ലേവറിനായിട്ട് ഏലക്ക ചേർക്കുക. അതിന് പകരം 1/2 ടീസ്പൂൺ വാനില എസൻസ് വേണമെങ്കിലും ചേർക്കാം. 1/4 ടീസ്പൂൺ ഷുഗർ ചേർക്കുന്നുണ്ട്. മധുരം താല്പര്യമില്ലാത്തവർക്ക് ഇത് ഒഴിവാക്കാം. എല്ലാം കൂടി നന്നായി അരച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക. ബ്രെഡ് മുക്കിയെടുക്കേണ്ടതാണ്. അതുകൊണ്ട് കുറച്ചുകൂടി ലൂസാകാൻ വേണ്ടി 2 ടീസ്പൂൺ പാൽ കൂടി ഒഴിച്ചിട്ട് നന്നായി ഇളക്കുക. ഇത്രയും ലൂസായിട്ട് വേണം ഇത് കിട്ടാനായിട്ട്. ഇനി ഡെക്കറേഷന് വേണ്ടി ഉണക്കമുന്തിരി എടുക്കാം. ഞാനിവിടെ കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ക്രാൻബെറിയാണ് എടുത്തിരിക്കുന്നത്. ഇനി മീഡിയം ഫ്ലെയിമിൽ പാൻ ചൂടാക്കുക. ബട്ടറോ നെയ്യോ പുരട്ടുക. അതിനുശേഷം ബ്രെഡ് പീസസ് ഓരോന്നായി പഴമുട്ട മിക്സിൽ മുക്കി ചൂടായ പാനിൽ വെക്കുക. ഇവിടെ ഞാൻ ക്രാൻബെറി കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യുന്നു. ഇത് ഓപ്ഷണലാണ്, കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി വെക്കുന്നു. അതുപോലെ കഴിക്കുമ്പോൾ എല്ലാം കൂടി ചേർത്ത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റും കിട്ടും. ഒരു വശം റോസ്റ്റ് ആകുമ്പോൾ എല്ലാ ബ്രെഡും തിരിച്ചിടുക. അങ്ങനെ 2 വശവും റോസ്റ്റായി കഴിയുമ്പോൾ പാനിൽ നിന്ന് മാറ്റുക. ബ്രെഡ് പീസസ് നിങ്ങളുടെ രീതിക്കനുസരിച്ച് കട്ട് ചെയ്യാം, അതുപോലെ ഡെക്കറേറ്റും ചെയ്യാം. 2 വശവും റോസ്റ്റ് ആയിട്ടുള്ള ഈ ബ്രെഡ് ഒരു പാത്രത്തിലോട്ട് മാറ്റുക. നല്ല അടിപൊളി വെറൈറ്റി ഹെൽത്തി ടോസ്റ്റ് തയ്യാറായി. ബ്രെഡും മുട്ടയും പഴവും പാലും എല്ലാം കൂടി ചേർന്ന ഈ സോഫ്റ്റ് ന്യൂട്രീഷ്യസ് ടോസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാവുന്നതാണ്. ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനും യാത്രയിൽ കൊണ്ടുപോകാനും പറ്റിയ ഈ ഹെൽത്തി ടോസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഒത്തിരി സ്നേഹത്തോടെ നന്ദി.